നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെ എത്ര കളികൾ പയറ്റാനും ഇടതുപക്ഷം തയ്യാറാണ്. റാന്നി വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ വെറും 400 സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തീർണമുള്ള ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ 17 ലക്ഷം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതും റാന്നി MLA പ്രമോദ് നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നാണ് ഇത്രയധികം തുക അനുവദിച്ചിരിക്കുന്നത്. സൗകര്യം വളരെ കുറവായിട്ടും ഇത്ര വലിയൊരു തുക അനുവദിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഒരു മുറി, അടുക്കള, സ്റ്റോർ റൂം, ബാത്റൂം എന്നിവ മാത്രമുള്ള ഈ ചെറിയ കെട്ടിടത്തിനാണ് 17 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KSU റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റും യൂട്യൂബറുമായ അമൽ ഷിബുവാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. എന്നാൽ ആ വീടുകളേക്കാൾ സൗകര്യം കുറഞ്ഞതും 10 കുട്ടികൾക്ക് പോലും ഒരുമിച്ചിരിക്കാൻ ഇടമില്ലാത്തതുമായ ഈ കെട്ടിടത്തിന് 4 ഇരട്ടിയിലധികം തുക ചിലവാക്കിയത് നാട്ടുകാർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അംഗൻവാടിയിലെ കുട്ടികൾക്ക് കളിക്കാനോ ഇരിക്കാനോ ഉള്ള സൗകര്യം പോലും ഇവിടെയില്ലെന്ന് നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ നാട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായി. ഈ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പുറത്തുവന്ന എസ്റ്റിമേറ്റ് രേഖകൾ പ്രകാരം കെട്ടിടത്തിന് മാത്രം 12,12,631 രൂപയാണ് ചിലവ് കാണിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 1,61,652 രൂപയും ഇലക്ട്രിഫിക്കേഷനായി 78,000 രൂപയും GST ഇനത്തിൽ 47,371 രൂപയും ചേർത്ത് ആകെ 17 ലക്ഷം രൂപയാണ് രേഖകളിലുള്ളത്. ഇത്രയും ചെറിയ ഒരു കെട്ടിടത്തിന് ഈ തുക അമിതമാണെന്ന് നിർമ്മാണ മേഖലയിലുള്ളവർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. അംഗൻവാടിയിലെ ജീവനക്കാർ തന്നെ കെട്ടിടത്തിന്റെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാട്ടി നേരത്തെ രംഗത്ത് വന്നിരുന്നു. ആവശ്യത്തിന് സ്ഥലമില്ലാത്തതും സുരക്ഷാ വേലികളുടെ അഭാവവും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് വാർഡിലെ അംഗൻവാടി ജീവനക്കാരി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അംഗൻവാടി നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നതായിരുന്നു അവരുടെ പ്രധാന വാദം. ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അമൽ ഷിബുവിനെതിരെ റാന്നി MLA പ്രമോദ് നാരായണൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അമൽ പങ്കുവച്ച വിവരങ്ങൾ വ്യാജമാണെന്നും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുമാണ് MLAയുടെ ആരോപണം. ക്രിമിനൽ ഡീഫമേഷൻ, IT ആക്ട് സെക്ഷൻ 66C(d) ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകളാണ് MLA യുവാവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ MLAയുടെ വാദങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് അമൽ ഷിബു പറയുന്നു. MLAയുടെ സ്വന്തം പാർട്ടിയിലെ പഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റുമായിരുന്ന വ്യക്തി തന്നെയാണ് ഈ എസ്റ്റിമേറ്റ് വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. 2025 നവംബർ 30-ന് അദ്ദേഹം ഗ്രൂപ്പുകളിൽ പങ്കുവച്ച അതേ ഔദ്യോഗിക കണക്കുകൾ തന്നെയാണ് താൻ ജനങ്ങളെ അറിയിച്ചതെന്ന് അമൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്നു. എസ്റ്റിമേറ്റ് വ്യാജമാണെങ്കിൽ അത് പുറത്തുവിട്ട പാർട്ടിക്കാരനായ ജനപ്രതിനിധിക്കെതിരെയാണ് ആദ്യം നടപടി വേണ്ടതെന്നാണ് നാട്ടുകാരുടെ നിലപാട്. വീഡിയോ വന്നതിന് പിന്നാലെ MLAയും അദ്ദേഹത്തിന്റെ PAയും നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. താൻ ഒരു വീഡിയോ ചെയ്തതിന്റെ 10-ാം മിനിറ്റിൽ തന്നെ MLA വിളിക്കുകയും ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് അമൽ പറയുന്നത്. വക്കീൽ നോട്ടീസ് നൽകി വായടപ്പിക്കാൻ ശ്രമിക്കാതെ 400 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് എങ്ങനെ 17 ലക്ഷം രൂപ ചെലവായി എന്നതിന് വ്യക്തമായ മറുപടിയാണ് MLA നൽകേണ്ടതെന്ന് അമൽ ഷിബു പറയുന്നു. പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പദ്ധതികളിൽ സുതാര്യത വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. സുരക്ഷാ വേലികളോ മുറ്റമോ പോലും ശരിയായി നിർമ്മിക്കാതെ ഇത്രയും വലിയ തുക എഴുതിയെടുത്തത് അഴിമതി തന്നെയാണെന്ന് നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നു. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരിടത്ത് മിനിമം സുരക്ഷ പോലും ഉറപ്പാക്കാതെ ലക്ഷങ്ങൾ ചിലവഴിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ഇവർ പറയുന്നുണ്ട്. വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്നും ഈ വിഷയത്തിൽ അഴിമതി വിരുദ്ധ പോരാട്ടം തുടരുമെന്നുമാണ് അമൽ ഷിബു അറിയിച്ചിരിക്കുന്നത്. ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ജനാധിപത്യ രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.